BJP ഉറ്റുനോക്കുന്ന ഒരു സ്റ്റാർ മണ്ഡലമായിട്ട് തൃശൂർ മാറുക, സുരേഷ് ഗോപി എന്നുള്ള ഒരു കാൻഡിഡേറ്റ് അതിലേക്ക് നിശ്ചയിക്കപ്പെടുക, രണ്ടാമത്തെ തവണ അദ്ദേഹം വീണ്ടും തൃശൂർ ജില്ലയിൽ എത്തുമ്പോൾ അതൊരു അനൌദ്യോഗിക പ്രചാരണത്തിന് തന്നെ ഈ സ്വകാര്യ ചടങ്ങ് തുടക്കമാകുക, അതിൽ വളരെയധികം നേരത്തെ പറഞ്ഞതുപോലെ ഒരു താരപ്പകിട്ട് പോലും ആ ഒരു പ്രചാരണത്തിന് മിഴിവേകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഒരു പക്ഷേ ആ രീതിയിൽ പോലും ഉപയോഗിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു ചില വിലയിരുത്തലുകളെല്ലാം ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു ചടങ്ങിലേക്ക് കാര്യങ്ങൾ പോകുക, ഒരു സ്വകാര്യ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു നിയുക്ത സ്ഥാനാർത്ഥിയുടെ മകളുടെ വിവാഹത്തിനകത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഒരു പ്രചാരണത്തിനായുള്ള തുടക്കം കുറിച്ചിരിക്കുന്നു. അതിന് അമരക്കാരനായി പ്രധാനമന്ത്രി തന്നെ എത്തുകയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഹിന്റ് സാധാരണ ജനങ്ങളിലേക്ക്, തൃശ്ശൂരിലെ വോട്ടർമാരിലേക്ക് എത്തുക എന്നതുകൂടി BJP ഉദ്ദേശിക്കുന്നുണ്ടാകണം, അല്ലേ? റൈറ്റ്. ഏതായാലും സുവി കൺവെൻഷൻ സെന്ററിൽ ആണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിവാഹ ചടങ്ങ് കൂടിയായി മാറുന്നത് അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പ്രധാനമായി നിൽക്കുന്നതുകൊണ്ടാണ്. ഇനി ഉറ്റുനോക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിവേദനങ്ങൾ അദ്ദേഹത്തിന് മുന്നിലെത്തുന്നത്, അതിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതുകൂടി ഉറ്റുനോക്കണം. ഗുരുവായൂർ പലപ്പോഴായി അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ് എന്നുള്ള പരാതികൾ ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്നെല്ലാം ഉയർന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഗുരുവായൂർ നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാണിക്കാൻ BJPക്ക് കഴിയുകയും ചെയ്യും. ഇന്നലെ നമ്മൾ കൊച്ചിയിൽ കണ്ടതാണ്, വിദൂരമായിട്ടുള്ള ജില്ലകളിൽ നിന്ന് വരെ, ഇടുക്കിയിൽ നിന്ന് വരെയുള്ള ജനങ്ങൾ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുവാനായി കൊച്ചിയിലെത്തുന്ന കാഴ്ചയായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപ് എത്തിയവർ 7:45 ശേഷമാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്നത് കൊച്ചിയിൽ. ആ സമയത്ത് പോലും പ്രധാനമന്ത്രിയെ കാണാനായി റോഡിന്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടി മണിക്കൂറുകൾ മുഷിപ്പില്ലാതെ കാത്തു നിൽക്കുന്ന കാഴ്ച കാണുകയുണ്ടായി. ആ രീതിയിൽ ഇന്നലെ വലിയ പ്രതികരണങ്ങളെല്ലാം ജനങ്ങളുടെ ഭാഗത്തു നിന്ന്, ഈ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നെല്ലാം വന്നത് പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണാനായിട്ട് ഞങ്ങൾ ഇത്രയും മണിക്കൂർ ചെലവഴിച്ച് കിലോമീറ്ററുകൾ കടന്ന് ഇവിടെ വരികയാണ്. കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ പോയിരുന്നു, അപ്പോൾ അദ്ദേഹത്തെ അകലെ നിന്ന് കാണാൻ കഴിഞ്ഞതുകൊണ്ട് അടുത്ത് നിന്ന് കാണാൻ വേണ്ടി വരികയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് BJP പ്രവർത്തകരുണ്ടായിരുന്നു. അവർ ഇവിടെയും ഗുരുവായൂരും അദ്ദേഹം വലപ്പാട് ഹെലിപ്പാഡിലെത്തുമ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് എത്തുന്നു. അദ്ദേഹം ഗുരുവായൂർ ദർശനം നടത്തുന്നുണ്ട്, തൃപ്രയാർ ദർശനം നടത്തുന്നുണ്ട്. ഈ കനത്ത സുരക്ഷയൊക്കെ ആണെങ്കിൽ പോലും പ്രധാനമന്ത്രിയെ ഒരു നോക്കു കാണാനായി ഒഴുകിയെത്തുന്ന BJP പ്രവർത്തകരുടെ എണ്ണം കൂടുതലാണ്. നമുക്ക് അങ്ങനെയുള്ള പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ കൂടി കേട്ട ശേഷം തിരികെ എത്താം. മോദിജി വരുന്നതുകൊണ്ട് ഞങ്ങൾ മോദിജിയുടെ കൂടെ തന്നെയാണ്. മോദിജി വരുന്നത് നാടിൻ്റെ ഐശ്വര്യമാണ്. നാടിനു വേണ്ടി, നാട്ടുകാർക്കും വേണ്ടി ഇദ്ദേഹത്തിനെപ്പോലുള്ള ആൾക്കാർ, നമ്മുടെ പ്രധാനമന്ത്രി മാത്രമല്ല ജനങ്ങളോടുള്ള സമ്പർക്കം വളരെയധികം കൂടുതലുള്ള ഒരാളും കൂടിയാണ്. അതുകൊണ്ട് മോദിക്ക് വേണ്ടി, മോദിക്ക് ജയ്. ക്ഷേത്രത്തിന് മാത്രമല്ല ഗുരുവായൂരിനും ഭയങ്കര ഗുണം ഉണ്ടാവുന്നുള്ളതാണ്. നമ്മുടെ റോഡുകൾ തന്നെ ഇപ്പോൾ എല്ലാം തന്നെ മോദിജി ഉണ്ടാക്കിയ റോഡാണ്. നമ്മുടെ നാഷണൽ ഹൈവേ തൊട്ടപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ എന്തോരം സൗകര്യം, പാർക്കിംഗ് സൗകര്യം, ജനങ്ങൾക്ക് താമസിക്കാനും അത്യാവശ്യം ഡ്രസ്സ് മാറാനും കുളിക്കാനും ശൗചാലയങ്ങളും ഉണ്ടാക്കി അതിനുവേണ്ടി കോടികൾ ചെലവ് ചെയ്ത് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. റോഡ് മാത്രം എത്രയോ നല്ല റോഡുകൾ ചെയ്യുന്നു. ഇവിടുത്തെ ആവശ്യമുള്ള ബിൽഡിങ്, തിക്കും തിരക്കും കുറയ്ക്കുക. ഇനി അമ്പലത്തിന് വീണ്ടും പുരോഗതി ഉണ്ടാക്കുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. ആഘോഷമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. മോദിയുടെ വരവ് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇപ്പോൾ തൃശ്ശൂർ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഈ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് മോദിയുടെ വികസനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള, ഞങ്ങളുടെ പ്രവർത്തകർക്ക് നല്ലൊരു സന്തോഷമാണ്. ഈ പ്രവർത്തനം നമുക്ക് BJPക്ക് നല്ലൊരു അടിസ്ഥാനം ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും. മോദിയുടെ വരവ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തകരുടെ എല്ലാവരുടെയും
ഒരു വിശ്വാസം. വൈകിട്ടുള്ള വരവ് എന്ന് പറഞ്ഞാൽ മോദിനെ നമ്മൾ ഡെയിലി കണ്ടാൽ പോലും മതിയാവില്ലല്ലോ. നമ്മൾ അത്രയും കാത്തിരിക്കുകയാണ് ആളുടെ ഒരു വരവും കാര്യത്തിനെ കുറിച്ച്. എന്താ പറയണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത്രയും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടായിരിക്കണത്. നിങ്ങൾ തൃശ്ശൂർ പോയി കണ്ടായിരുന്നു നേരത്തെ? തൃശ്ശൂർ പോയി കണ്ടിരുന്നു. ഇന്നിപ്പോ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. അമ്പലത്തിനൊക്കെ വലിയ ഗുണമാവുന്നാണോ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വളരെ സന്തോഷമാണ്. കഴിഞ്ഞ തവണ കണ്ടിരുന്നോ? തൃശ്ശൂരായിട്ട് കണ്ടിരുന്നു. എന്നാലും പിന്നെ രാവിലെ വെളുപ്പിനെങ്കിൽ പോകുന്നു. മോദിജി വരുമ്പോൾ എന്താണ് നിങ്ങൾ കരുതുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷകൾ? മോദിജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ അല്ല, ലോകത്തിൻ്റെ മുഴുവൻ ഒരു അംഗീകരിക്കപ്പെട്ട ഒരു നേതാവാണ് മോദിജി. മോദിജി വരുന്നതിന് മുമ്പ് ഭാരതം എല്ലാ സ്ഥാനങ്ങളിലും 50ാമത്തെ 60ാമത്തെ സ്ഥാനത്തിന് പിന്നിലായിരുന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ മോദി മാത്രം. പിന്നെ ആളുകൾക്ക് പാർപ്പിടം, വെള്ളം, വെളിച്ചം, ഗ്യാസ്, അത് ഒരു പടിയായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ദീർഘായുസ്സും പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ കീർത്തി വാനോളം പോലത്താൻ മോദിജിക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഈ കാണുന്ന ജനങ്ങൾ, ഇന്ത്യ രാജ്യം മൊത്തം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. തൃശ്ശൂർ ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല സുഖമായിട്ട് മോദിജിനെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എന്താ പറയുക, വീണ്ടും ഒരിക്കൽ കൂടി കാണാനുള്ള ഒരു അവസരം കിട്ടിയതിൽ ഞങ്ങൾ നന്ദി പറയുന്നു, ദൈവത്തിനോട് നന്ദി പറയുന്നു. 7 മണിക്ക് ശേഷം അദ്ദേഹം 7:15 വലപ്പാട് ഹെലിപ്പാഡിലെത്തും എന്നാണ് ഇതുവരെയുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപ്പാഡിലാണ് അദ്ദേഹം എത്തുക.